വിശുദ്ധരുടെ ജീവിതം എന്തൊരു പ്രചോദനമാണല്ലേ. ഏത് തരത്തിലുള്ള വിശുദ്ധര്, ഏത് പ്രായത്തിലുള്ള വിശുദ്ധര്. വിശുദ്ധിക്ക് പ്രത്യേകിച്ച് പ്രായമോ വ്യത്യാസങ്ങളോ ഇല്ല. ഈശോയെ സ്നേഹിക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 18 വയസ്സുകാരനായ യുവാവായ ഒരു വിശുദ്ധനെയാണ്. വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് കോസ്ക. പോളണ്ടിലാണ് വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് ജനിച്ചത്. 1550 ഒക്ടോബർ 28-ന്. അപ്പൻ ജോൺ കോസ്ക, അമ്മ മാർഗരറ്റ് ക്രിസ്ക. പ്രഭു കുടുംബമാണ്. അപ്പൻ ഒരു സെനറ്ററാണ്. ഉദ്യോഗസ്ഥനായിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഇവർ 2 മക്കളാണ്. ചേട്ടൻ പോള്. വീട്ടിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഇഷ്ടംപോലെ വേലക്കാരുണ്ട്. നല്ല തിക്കും തിരക്കും വീട്ടിൽ. എല്ലാ പ്രൗഢിയിലും ജീവിക്കുമ്പോഴും ഈ മാതാപിതാക്കള് ഉത്തമ ക്രൈസ്തവ വിശ്വാസമുള്ളത് കൊണ്ട് അവരെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്താനായിട്ട് പരിശ്രമിച്ചിരുന്നു. എല്ലാ സൗകര്യം കൊടുത്താലും പറയും, നിങ്ങൾ മിതത്വത്തിൽ ജീവിക്കണം കേട്ടോ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടറിയണം, പരസ്പരം സഹകരിക്കണം, സ്നേഹിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വേലക്കാർ ഇവരുടെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഈ പരിശീലനത്തിന് വേലക്കാർക്ക് പോലും പരിശീലനം കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിള്ളേരെന്തെങ്കിലും നന്മയല്ലാതെ പെരുമാറിയാൽ അവരും പറയും മക്കളെ ഇങ്ങനെയാ വേണ്ടേന്നൊക്കെ. അപ്പം അവരോടും ഈ കുട്ടികൾക്ക് സ്നേഹമാണ്. വീട്ടിൽ ഇവരിങ്ങനെ വളരുന്ന കാലഘട്ടത്തിൽ കൂടുതൽ കുട്ടികളെ ഒന്നും കണ്ട് വേറെ സ്കൂളിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഹോം സ്കൂളിംഗ് ആണ്. അങ്ങനെയുണ്ടല്ലോ ഇപ്പോഴും. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൗകര്യാർത്ഥം വീട്ടിൽ തന്നെ പഠിക്കും. പല കാര്യങ്ങളാകാം അതിൻ്റെ പിന്നിൽ. അപ്പം ഇവര് വലിയ പ്രഭു കുടുംബത്തിലൊക്കെ അങ്ങനെയാണ്. തന്നെ ഒരു സാറിനെ വീട്ടിൽ വെച്ചിട്ട് മക്കളെ പഠിപ്പിക്കും. അപ്പം അങ്ങനെ വീട്ടിലാണ് 14 വയസ്സ് വരെ കുട്ടി പഠിച്ചത്. ഹോം സ്കൂളിംഗ് ആണ്. അധ്യാപകൻ, ഇവർക്ക് സ്വന്തമായിട്ട് അധ്യാപകനുണ്ട്. ഇവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അധ്യാപകൻ കുട്ടീനെ നിരീക്ഷിക്കുമ്പം ഇവൻ നല്ല മിടുക്കനാണ്. അതായത് കുറുമ്പുകളൊന്നും കാണിക്കില്ല. അതേസമയം ചേട്ടൻ ഇങ്ങനെയല്ല. ചേട്ടൻ അല്പം വികൃതിയ. കാര്യം ഒരു വീട്ടിലാണ് ഫോർമേഷൻ കൊടുത്തതെങ്കിലും രണ്ട് സ്വഭാവ. സ്റ്റാനിസ്ലാവോസ് എപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് തനിക്ക് പഠിക്കാനുള്ളത് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും. പള്ളിയിൽ പോകാനായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ ഒക്കെ പള്ളിയിൽ പോകും. മാതാവിനോട് പ്രാർത്ഥിക്കും. സ്നേഹപ്രവർത്തികൾ ചെയ്യും. അവിടെയുള്ള വേലക്കാരെ പരിഗണിക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊക്കെ ചെയ്തു കൊടുക്കും. എന്നാൽ ചേട്ടൻ പോളിന് എപ്പോഴും കളിയോട് കളി. വലിയ പഠനത്തിലൊന്നും വലിയ താല്പര്യമില്ല. പ്രാർത്ഥനയും അങ്ങനെ വലിയ ഇഷ്ടമില്ല. കാര്യം ഇവർക്കൊക്കെ പരിശീലനം കൊടുത്താലും അവനത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. 14 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവരെ ഉന്നത പഠനത്തിനായിട്ട് വിയന്നയിലേക്ക് ഇവർ പോകാണ്. വിയന്നയിലൊരു ഈശോ സഭ സ്കൂളിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് പഠിപ്പിക്കാനാക്കുന്നു. ഒപ്പം തന്നെ ഇവർ പോകുമ്പോൾ കൂടെ ഈ സാറ്, സ്വന്തമായിട്ട് വീട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറും കൂടെയുണ്ട്. ഇവരെ നോക്കാനൊരു വേലക്കാരൻ, പസഫിക്ക എന്ന് പറഞ്ഞൊരു വേലക്കാരനും കൂടെയുണ്ട്. ഇവരുടെ എല്ലാം പരിവാരത്തോട് കൂടിയിട്ടാണ് പഠിക്കുന്ന സ്ഥലത്തും പോകുന്നത്. അവിടെ ഒരു വീടെടുത്ത് അവരവിടെ താമസിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നു, ഇവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ സ്കൂളിലെ നല്ലൊരു മാതൃകാ വിദ്യാർത്ഥിയാണ് സ്റ്റാനിസ്ലാവോസ്. അവിടുത്തെ അധ്യാപകർ പറയും, സ്റ്റാനിസ്ലാവോസ് എല്ലാവർക്കും ഒരു മാതൃകയാണ്. വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കും, ശല്യങ്ങൾ ഉണ്ടാക്കില്ല, സഹായിക്കും. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കും. അസൂയയോ കുശുമ്പോ അങ്ങനെയൊന്നും ഇല്ല. ആരെങ്കിലും തമ്മിൽ തല്ലുകൂടിയാൽ അവരെ പോയിട്ട് അനുരഞ്ജനപ്പെടുത്താനായിട്ട് സ്റ്റാനിസ്ലാവോസ് മുൻപന്തിയിലാണ്. അധ്യാപകരായ ഞങ്ങൾക്കും അവൻ്റെ പ്രത്യേകതകൾ കാണുമ്പോൾ വളരെ ഒരു താല്പര്യമാണ്. ക്ലാസ്സിൽ പഠിക്കാനുള്ള സമയമെല്ലാം കഴിഞ്ഞ് ബാക്കി പഠിക്കേണ്ടാത്ത സമയം, അത് പഠനം കഴിഞ്ഞാൽ ബാക്കി സമയം ഉടനെ അടുത്തുള്ള പള്ളിയിലേക്ക് പോകാനാണ് സ്റ്റാനിസ്ലാവോസിൻ്റെ ശ്രദ്ധ. സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ അടുത്ത് പള്ളിയുണ്ട്. രാവിലെ ചെല്ലുമ്പോൾ തന്നെ പള്ളിയിൽ പോയി കുർബാന കാണുന്നോ പറയുന്നത്. അപ്പോൾ പള്ളിയിലവിടെ ഇടയ്ക്കിടയ്ക്ക് കുർബാനകളുണ്ട്. വീണ്ടും ഉച്ചയ്ക്കത്തെ ഗ്യാപ്പിൽ വീണ്ടും വേറൊരു കുർബാന കാണും. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞിട്ടും കുർബാന കാണും. എന്നാൽ ഈ ചേട്ടനോ മറ്റോ കൂട്ടുകാരൊന്നും ഈ പ്രകൃതിയല്ല. അവർ ഈ പള്ളിയിലേക്ക് കടക്കവും. അവർ എവിടെയെങ്കിലും ഡാൻസിൻ്റെ പ്രോഗ്രാമുള്ള സ്ഥലത്തേക്ക് പോവുക, നാടകശാലകളിലേക്കൊക്കെ പോവുക. ഇവൻ പള്ളിയിൽ പോകുമ്പോൾ ഇവനെ എല്ലാവരും കൂടി കളിയാക്കും. ചേട്ടനെ കൂടെ, നീ എന്തിനാടാ ഇങ്ങനെ എല്ലാ നേരം ഇങ്ങനെ പള്ളിയിൽ പോണേ, നിനക്ക് ഇതൊക്കെ കണ്ടൂടെ, കളി കണ്ടൂടെ, നീ എന്തിനിങ്ങനെ നടക്കണേന്ന് പറയും. അപ്പോൾ സാരമില്ല ചേട്ടാ, എനിക്കിതാണ് ഇഷ്ടം,
ഇതിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ആ സിനിമയെക്കാളും ആ നൃത്തത്തെക്കാളും ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കും. അപ്പൊ ചില ദിവസം രാത്രി കിടന്നു കഴിഞ്ഞിട്ട് രാത്രി ഇവൻ എഴുന്നേറ്റ് തന്നെ പ്രാർത്ഥിക്കും. സ്റ്റാനിസ്ലാവോസിന്റെ നന്മ കാണുമ്പോൾ ഈ ചേട്ടന് ഓപ്പോസിറ്റ് നേച്ചറാന്ന് മാത്രമല്ല, ഭയങ്കര ദേഷ്യം ഉള്ളില്, ഒരു വിദ്വേഷത്തിന്റെ രൂപം പ്രാപിക്കുകയാണ് അവിടെ, തിന്മ. അപ്പൊ ആരും കാണാതെ ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്ന പറയണത് സ്റ്റാനിസ്ലാവോസിനെ. മറ്റേ വേലക്കാർ കാണാത്ത സമയത്ത് നോക്കിയിട്ട് നല്ല ഇടയെ കൂടെ വന്നിട്ട്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് കുറുമ്പില്ലേ, ഇടം കാലിട്ടിട്ട് ഇങ്ങനെ ഒരൊറ്റ തട്ട് തട്ടിയിട്ട് ഒരൊറ്റ വീഴിക്കുന്ന പോലെ, അറിയാത്ത പോലെ കണ്ട് മാറി നിൽക്കും. ചേട്ടൻ വന്നിട്ട് ഒറ്റ തട്ടും, എന്നിട്ട് വീഴുമ്പോ ആ വീണടുത്ത് കിടന്നിട്ട് ഒരൊറ്റ ചവിട്ടും കൂടെ, നീ അത്രയ്ക്ക് അങ്ങനെ മിടുക്കൻ അങ്ങനെ ആകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ചവിട്ടും കൂടെ. ഇതെല്ലാം സ്റ്റാനിസ്ലാവോസിന് അറിയാം. പക്ഷെ ഒരു വിഷമവും ഇല്ലാതെ, സാരമില്ല ആ ചേട്ടൻ അറിയാതെ അല്ലേ, കർത്താവിന്റെ പോലെ ഒരു മനോഭാവം, ചേട്ടൻ അറിയില്ലല്ലോ, ചേട്ടൻ അറിയാതെ അല്ലേ എന്നും പറഞ്ഞിട്ട് ക്ഷമിച്ച് സാരമില്ലാന്ന്. ഈ ചേട്ടന്റെ ദ്രോഹം കാരണം ചിലപ്പോ വയ്യാതാകും, ചില ദിവസങ്ങളിൽ പനിയായിട്ടൊക്കെ കിടക്കും. അപ്പോഴും ഒരു ശ്രദ്ധ ചേട്ടന്റെ ഭാഗത്തു നിന്നില്ല. ഇപ്പൊ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ പനിയായിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവന്റെ സങ്കടം. ഇങ്ങനെ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് മറ്റൊന്നും വിഷമമില്ല, എനിക്ക് കിടക്കണോണ്ട് വിഷമമില്ല, എനിക്ക് അസുഖമായത് വിഷമമില്ല, പക്ഷെ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയും. അപ്പൊ ഇവൻ കേട്ടിട്ടുണ്ട് വിശുദ്ധ ബാർബര പുണ്യവതി ഹെൽപ്പറാണെന്നാണ് പറയുക. എന്ത് അത്ഭുതവും ചെയ്യാനായിട്ട് വിശുദ്ധ മധ്യസ്ഥം വഹിക്കുന്നതാണ്. ആ വിശുദ്ധയോട് പറഞ്ഞു, വിശുദ്ധ ബാർബരെ, എനിക്ക് ദിവ്യകാരുണ്യം എങ്ങനെയെങ്കിലും തരണമെന്നിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് കിടന്നു. അപ്പൊ ഈ കൂടെ ഇവരെ നോക്കിയ പെസഫിക്ക എന്ന് പറയുന്ന ആ വേലക്കാരനാണ് ബാക്കി കാര്യം പറയുന്നത്. രാത്രി പെട്ടെന്ന് നോക്കിയപ്പോ സ്റ്റാനിസ്ലാവോസ് ഈ വേലക്കാരനെ തട്ടിയിട്ട് പറഞ്ഞു, പസഫിക്ക എഴുന്നേക്ക്, ഇതാ സ്വർഗം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പസഫിക്ക പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റു. മുട്ടുകുത്തി നിൽക്ക്, ഇതാ മാലാഖമാരും വിശുദ്ധ ബാർബരയും വരുന്നു. അപ്പൊ ഇങ്ങനെ ദർശനത്തിൽ സ്റ്റാനിസ്ലാവോസ് കാണാണ്. അപ്പൊ മാലാഖമാര് വിശുദ്ധ ബാർബര ഒക്കെ ഇങ്ങനെ വന്നു. മാലാഖമാരുടെ കയ്യിൽ ദിവ്യകാരുണ്യം കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാനിസ്ലാവോസിന്റെ നേരെ നീട്ടി സ്റ്റാനിസ്ലാവോസ് അവിടെ മുട്ടുകുത്തി നിന്ന് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. സന്തോഷമായി, അതോടുകൂടി ഫ്രഷായി, ഉണർന്നു എഴുന്നേറ്റു, രോഗം കുറഞ്ഞു. ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ദിവ്യ ദർശനങ്ങളും അനുഭവങ്ങളും ലഭിക്കുന്നത് പോലെ തന്നെ പൈശാചിക പീഡകളും ചിലപ്പോൾ ലഭിക്കാറുണ്ടെന്ന് പറയാം. നമ്മൾ വിശുദ്ധരുടെയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ആ ഈ രൂപത്തിലൊക്കെ തിന്മ വന്ന് ആക്രമിച്ചു എന്നൊക്കെ. അതുപോലെ അറിയാതെ ഏതെങ്കിലും ഭീകര ജീവികളുടെ രൂപത്തിൽ പേടിപ്പിക്കും വന്ന്. അപ്പോൾ മനസ്സിലായി സ്റ്റാനിസ്ലാവോസിന്, കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ചരിത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, വിശുദ്ധരുടെ ചരിത്രമൊക്കെ കേൾക്കാറുണ്ട്. ഇത് തിന്മയുടെ അരൂപിയാണ്, പേടിക്കേണ്ട, ഈശോയുടെ നാമത്തിൽ അതിനെ ബന്ധിച്ചാൽ അത് പൊക്കോളും എന്ന് പറഞ്ഞിട്ട് കുരിശു വരച്ചിട്ട് തിന്മയെ നീ പോവുക എന്ന് പറയുമ്പോൾ ആ തിന്മയുടെ ശക്തി തന്നെ വിട്ടുപോയതായിട്ട് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദൈവാനുഭവത്തിലും ദൈവസ്നേഹത്തിലും ഇങ്ങനെ വളരുന്നു. ഈ കൂടെയുള്ള കുട്ടികള് കുറുമ്പ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്, ചേട്ടനൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ചിലപ്പോ ചേട്ടനോട് പറയും, ചേട്ടാ ഇത് കണ്ടോ, ഈ വിശുദ്ധരുടെ ചരിത്രം കേട്ടില്ലേ? അപ്പൊ അവര് നെഗറ്റീവായിട്ടുള്ള തിന്മയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എല്ലാ നേരം വർത്താനം പറഞ്ഞു എല്ലാ നേരം ഇതുപോലെ ബഹളം വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അറിയാത്ത പോലെ സ്റ്റാനിസ്ലാവോസ് തൻ്റെ കൂടെയുള്ള കുട്ടികളെയും ചേട്ടനെയൊക്കെ പതുക്കെ ഈശോയിലേക്ക് വളർത്താനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തും. അവര് തിന്മയായിട്ടുള്ള വർത്താനം പറയുമ്പോൾ ഉടനെ പറയും, ദേ മാതാവിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലേ? മാതാവ് ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു, ഇന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മാതാവ് പറഞ്ഞു നമ്മളോട് ഇങ്ങനെ പ്രാർത്ഥിച്ച സ്വർഗത്തിന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന്, മാതാവ് നമ്മുടെ മധ്യസ്ഥയാണെന്ന്. അതുപോലെ തന്നെ മറ്റു വിശുദ്ധരുടെ ചരിത്രങ്ങൾ അറിയാവുന്ന ചെറിയ ചെറിയ ചരിത്രങ്ങളെല്ലാം ചെറിയ ഭാഷയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ദേ നമ്മുടെ ഈ ജീവിതം ഇത് കണ്ടോ, ഇത് ബലപ്പെട്ട ജീവിതം കണ്ടോ, ഈ വിശുദ്ധരെ നമുക്ക് നൽകുന്ന മാതൃക കണ്ടോ,
അപ്പോൾ വെറുതെ ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള സുഖത്തിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയ കൃപയുണ്ട്, നിത്യമാണ് ഈ ജീവിതം എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. സ്റ്റാനിസ്ലാവോസിന്റെ മൊത്തം പെരുമാറ്റങ്ങളെ രീതികളൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ തോന്നി ഇവൻ മിക്കവാറും അച്ഛനാകും. ഇവിടെ ഈശോ സഭ വൈദികര് എവിടെയാണ് ഉള്ളത്, അവിടെ മിക്കവാറും ഇവനൊരു അച്ഛൻ. അപ്പൊ ഈശോ സഭ വൈദികരുടെ സ്കൂളും കൂടിയാണത്. അപ്പൊ മിക്കവാറും ഇവനൊരു അച്ഛനാകുമെന്ന് അവർക്ക് തോന്നി. അപ്പൊ ഈ ചേട്ടൻ പോള് പറഞ്ഞു, വേലക്കാരനും പസഫിക്കിനോട് പറഞ്ഞു, ദേ നമ്മുടെ സ്റ്റാനിസ്ലാവോസ് മിക്കവാറും പോകാൻ വഴിയുണ്ട്, അപ്പൊ പോകാതിരിക്കാൻ നമ്മൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ. അപ്പൻ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് അപ്പൻ നമ്മളെ ഇവിടെ വിട്ടിരിക്കുന്നത്, അപ്പൊ നല്ല ശ്രദ്ധ വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഭയങ്കര ശ്രദ്ധയങ്ങ് പോകാതിരിക്കാൻ. അന്ന് ഉള്ളിലിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് മുന്നോട്ട് എൻ്റെ ജീവിതത്തെ നിനക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കണമല്ലോ, എനിക്കൊരു പുരോഹിതനാകണമല്ലോ എന്ന്. അപ്പൊ ഇതുപോലെ ഒരു ദിവസം വീണ്ടും പനിയായിട്ട് ഇങ്ങനെ കിടന്നപ്പോ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ അടുത്തേക്ക് വരണേ, എന്നെ ശക്തിപ്പെടുത്തണേ, എനിക്കൊരു വഴി കാണിച്ചു തരണേ. അപ്പൊ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവിനോട് പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തണേ മാതാവേ, എനിക്ക് വൈദികനാകാനായിട്ടുള്ള ഒരു വഴി ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ മാതാവിൻ്റെ കൂടെ ഉണ്ണീശോനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ണീശോനെ മാതാവ് ഈ രാത്രിയിലാണ് വന്നത്. സ്റ്റാനിസ്ലാവോസിന്റെ അടുത്തേക്ക് ബെഡിൽ കിടത്തി. അപ്പൊ ഉണ്ണീശോ കൂടെ കിടന്നു. അപ്പൊ ഇവന്റെ രോഗം മാറി. എന്നിട്ട് മാതാവ് പറഞ്ഞു, ഈശോ സഭയിലേക്ക് നിന്നെ ഞാൻ വിളിക്കുന്നു, നിനക്കുള്ള വിളി ഈശോ സഭയിലേക്കാണ്, നീ വൈദികനാകാനായിട്ട് പൊക്കൊള്ളുക എന്ന് ഇങ്ങനെ പറഞ്ഞു, മാതാവ് പറഞ്ഞു. അപ്പൊ ധൈര്യമായി സ്റ്റാനിസ്ലാവോസിന്. അപ്പൊ ഇനി ഇതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയകൾ എടുക്കുകയാണ്. അപ്പൊ പിറ്റേ ദിവസം ഇവരോടൊന്നും ആരോടൊന്നും പറഞ്ഞില്ല. പതുക്കെ ഈശോ സഭയിലെ അച്ഛന്മാരോട് പോയി പറഞ്ഞു, എനിക്ക് ആകാനായിട്ട് ആഗ്രഹമുണ്ട്, എനിക്ക് എന്നോട് ഇങ്ങനെ പ്രചോദനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വൈദികർക്കറിയാം ഇവരെ പാരൻസ് കൊണ്ടാക്കിയിരിക്കുകയാണ്, പാരൻസിന്റെ നേച്ചർ എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ഇവന്റെ അപ്പന് കാര്യം ദൈവസ്നേഹത്തിലും ഭക്തിയിലൊക്കെ വളർത്തിയാലും ഈ അപ്പൻ ഈ കൊച്ചുങ്ങളെ ഇവനെ വൈദികനാകാനായിട്ട് വിടില്ല. അവിടെ നിന്ന് വീട്ടിൽ നിന്നും പറഞ്ഞയച്ചിരിക്കുന്നത് അങ്ങനെയാണ്, വേറെ ഒന്നും വേണ്ട, പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു വരണം എന്നാണ്. അപ്പൊ ഈ സുപ്പീരിയർ പറഞ്ഞു, മോനെ ഈശോ സഭയിൽ ഒരാളെ വൈദികനാകാനായിട്ട് എടുക്കണമെങ്കിൽ അപ്പന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞു. അപ്പൊ സുപ്പീരിയറിന് പ്രൊവിൻഷ്യലിനോട് ചോദിച്ചു, പ്രൊവിൻഷ്യലൊന്നും അനുവാദം നൽകാൻ പറ്റില്ല. ഇനി ഒരേ ഒരു മാർഗം ഇതാണ്, റോമിലാണ് ഇതിന്റെ ജനറലേറ്റ്. റോമിൽ പോയിട്ട് ഇപ്പൊ നമ്മൾ പോളണ്ട് വിയന്നയിലൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ ജനറലേറ്റ്, പക്ഷെ റോമിലാണ്. അവിടെ പോയിട്ട് ജനറലിനെ കണ്ട് അനുവാദം മേടിക്കുകയാണെങ്കിൽ അപ്പൻ അനുവദിച്ചില്ലേലും എടുക്കാനുള്ള അനുവാദം അവർക്കുണ്ട്. അന്നാ പോകാൻ റെഡിയാകാണ് റോമിലേക്ക്. ഇവിടെ നിന്ന് വിയന്നയിൽ നിന്ന് 1000 കിലോമീറ്റർ പോകണം. അത് നടന്നു വേണം പോകാനായിട്ട്. ഇവൻ റെഡിയാകാണ്, ഞാൻ പോകാം. അപ്പൊ ഇവരിത് അറിയുന്നില്ല, ചേട്ടനും വേലക്കാരൊന്നും അറിയുന്നില്ല. ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് പോവുകയാണ് റോമിലേക്ക് ജനറൽ അച്ഛനെ കാണാൻ, സഭയിൽ ചേരാൻ വേണ്ടിയിട്ട്. തൻ്റെ ഡ്രസ്സ് എല്ലാം മാറി, താൻ എന്നും ധരിക്കുന്ന ഡ്രസ്സ് മാറിയിട്ട് ഒരു ഭിക്ഷുവിൻ്റെ വേഷം ധരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് വിയന്ന കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഭിക്ഷുവിൻ്റെ സന്യാസികളുടെ പോലെ, ആ ഭിക്ഷുക്കൾക്ക് ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഉണ്ട്. അത് എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് അതുപോലെ ഇട്ട്, അതുപോലെയുള്ള ഒരു വടിയൊക്കെ പിടിച്ച്, അതുപോലെയുള്ളൊരു ഇങ്ങനെ ഒരു പാത്രം ഉണ്ട് അവർക്കൊരു പ്രത്യേകതയിൽ, അതൊക്കെ അങ്ങനെ കയ്യിലിട്ട് അവൻ പതുക്കെ യാത്ര അങ്ങനെ തുടർന്നു. ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്കുണ്ടായിരുന്ന ഡ്രസ്സ്, തൻ്റെ സ്വന്തം ഡ്രസ്സ് അവിടെ കണ്ട പാവപ്പെട്ട യാചകർക്ക് അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന് കാടും മലകളൊക്കെ കടന്നു വേണം പോകാനായിട്ട്. അങ്ങനെയുള്ള പാതയിൽ കൂടിയാണ് പോകുന്നത്, അങ്ങനെയുള്ള പ്രദേശത്ത് കൂടെയാണ് പോകുന്നത്. അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്ന് പകുതി ദൂരമായിട്ടുണ്ടാവും അവിടെ നിന്ന് പോന്നിട്ട്. പകുതി ചെന്നപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ ആൾക്കാർ വരുന്നത് ഇങ്ങനെ കാണുന്നു. മനസ്സിലായി തന്നെ അന്വേഷിച്ചാൽ വരുന്നതെന്ന്. അപ്പോൾ വേഗം അറിയാത്ത പോലെ റോഡ് സൈഡിൽ ഒരു ഇങ്ങനെ ഭിക്ഷുവിൻ്റെ പോലെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ആ കുതിരപ്പുറത്ത് അവർ വേലക്കാരും വേറെ ആളുകളൊക്കെയാണ്. അപ്പോൾ വേഗം അവരറിയാത്ത പോലെ മുന്നോട്ട് അങ്ങോട്ട് പോയി, ഇതിനെ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാനിസ്ലാവോസ് നോക്കിയപ്പോണ്ടല്ലോ അടുത്ത കുതിരയുടെ പുറത്ത് തൻ്റെ ചേട്ടൻ പോള് വരുന്നു. പോളിങ്ങനെ കത്തിച്ചു വരികയാണ് അനിയനെ അന്വേഷിച്ചിട്ട്.
വന്ന് നോക്കിയപ്പം ഇവിടെ ഒരുത്തനിരിക്കുന്നു. അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ അനുജൻ ഇതിലെങ്ങാനും പോയിട്ടുണ്ടോ? എൻ്റെ ഒരു അനുജൻ, അവനെ കാണാനില്ല, നിങ്ങളെങ്ങാനും കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടില്ലല്ലോ. സ്റ്റാനിസ്ലാവോസ് മിണ്ടിയില്ല, അറിയാത്ത പോലെ അവൻ അങ്ങനെ അഭിനയിച്ച് ഭിക്ഷുവിൻ്റെ പോലെ തന്നെ കൈ നീട്ടി വല്ലതും തരണേ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു, അറിയാത്ത പോലെ. ഒന്നും അറിയാത്ത പോലെ സ്റ്റാനിസ്ലാവോസ് ഭിക്ഷയ്ക്ക് വേണ്ടി കൈ നീട്ടി, എനിക്ക് എന്തെങ്കിലും തരണേ, ഞാൻ കണ്ടിട്ടില്ലല്ലോ ആരും ഇതിലെ പോകുന്നത്, ഇനി രാവിലെ എങ്ങാനും പോയോന്നറിയില്ല, ഞാൻ വന്നേ പിന്നെ കണ്ടിട്ടില്ല, അതെ അതിലെ ഒരു വഴിയുണ്ട്, ചിലപ്പോൾ അതിലെങ്ങാനും പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് പോളിനെ പതുക്കെ അങ്ങോട്ട് കാണിച്ചു. എന്നിട്ട് അപ്പം പോള് പറഞ്ഞു, ഏകദേശം നിന്നെ പോലെയൊക്കെ തന്നെയാണ് അവൻ്റെ ഷേപ്പ്, നീ കണ്ടാ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. പോള് ചേട്ടൻ ഇത് ഭിക്ഷക്കാരനാണല്ലോ, അപ്പോൾ ഭിക്ഷു ആണല്ലോ, കുറച്ച് പൈസ ഒരൊറ്റ ഇവൻ്റെ ഭിക്ഷ കൊടുക്കണ പോലെ വലിയ മൈൻഡൊന്നും ചെയ്യാണ്ട് കുറച്ച് പൈസ അവന് എറിഞ്ഞു കൊടുത്തിട്ട് പോയി. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം മറ്റാളുകളോടും വേലക്കാരോടും ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ എല്ലാ കവാടത്തിൻ്റെ അവിടെയും കാവൽ നിൽക്കണം, നമ്മുടെ സ്റ്റാനിസ്ലാവോസ് എതിലെങ്കിലും പോയാൽ പിടിക്കണം എന്ന് പറഞ്ഞ് കുറേ ആളെയൊക്കെ ഇങ്ങനെ ചട്ടം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ സ്റ്റാനിസ്ലാവോസ് ഈശോയെ മനസ്സിൽ വിചാരിച്ച് ഈ ത്യാഗപൂർണമായ വഴിയിൽ കൂടെ റോമിനെ ലക്ഷ്യമാക്കി പോയി. ഇടയ്ക്ക് വെച്ച് റോമിൽ എത്തുന്നതിന് മുമ്പ് ഇടയിൽ വെച്ച് ഈശോ സഭക്കാരുടെ വേറെ ആശ്രമങ്ങളുണ്ട്, അവിടെ കയറി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത യാത്ര തുടർന്നു, റോമിലേക്ക് തുടർന്നു. ഇങ്ങനെ യാത്രയിൽ തന്നെ പോകുമ്പോൾ അപ്പോഴും സങ്കടം ഇതാണ്, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഒരു പള്ളി കണ്ടു, പള്ളി പോലെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറി. പള്ളിയാണല്ലോ, ഇവിടെ കുർബാന ഉണ്ടാവുമല്ലോ, എനിക്ക് വിശുദ്ധ കുർബാന കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ആ പള്ളിയിൽ കയറി. പള്ളി ചെന്നപ്പോൾ അതൊരു പ്രൊട്ടസ്റ്റന്റിന്റെ പള്ളിയാണ്. അപ്പോൾ അവിടെ അങ്ങനെ കുർബാന അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പള്ളിയുടെ അവിടെ കയറിയിട്ട് ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ദിവ്യകാരുണ്യം തരണമേ. അത്ഭുതകരമായിട്ട് അവിടെ ഒരു വൃന്ദം മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് അവിടെ വന്ന് സ്റ്റാനിസ്ലാവോസിന് വിശുദ്ധ കുർബാന കൊടുത്തു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അതേവരെ യാത്രയിലുണ്ടായിരുന്ന ക്ഷീണമെല്ലാം മാറി കൂടുതൽ ഫ്രഷായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ നടന്ന് അവസാനം റോമിൽ എത്തി, ജനറാളച്ചൻ്റെ അടുത്തെത്തി. ജനറാളച്ചനോട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഞാനിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനറാളച്ചൻ ഈ മകനെ കണ്ടപ്പോൾ തീക്ഷ്ണത മനസ്സിലായിട്ട് എടുത്തു, നോവിസായിട്ട് അവനെ ആശ്രമത്തിലേക്ക് എടുത്തു. അത് 1567 അപ്പോൾ അവന് 17 വയസ്സ് പ്രായം, 18 17 വയസ്സ് പ്രായം. നോവിസ് എന്ന് പറഞ്ഞാൽ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് പരിശീലനത്തിൻ്റെ സന്യാസ പരിശീലനത്തിൻ്റെ കാലഘട്ടം. ഈ വൈദിക വിദ്യാർത്ഥി അന്നു മുതൽ തീരുമാനമെടുത്തു, ഞാനൊരു നല്ല പുരോഹിതനായിട്ട് തീരും, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ പ്രവർത്തിക്കും, ഞാൻ എന്താ ചെയ്യണ്ടേ, ഏറ്റവും തീക്ഷ്ണമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് ആശ്രമത്തിലെ അധികാരികളോട് പറഞ്ഞു. അങ്ങനെ സഹകരിച്ചു പോവാണ്. സ്റ്റാനിസ്ലാവോസ് പഠനസ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോയി എന്ന് വീട്ടിൽ അറിഞ്ഞു. അന്ന് കത്ത് മുഖേനയാണ് അറിയുക. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും, പോയി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഇതൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ അറിഞ്ഞു. അപ്പോൾ അപ്പൻ ഉടനെ കത്ത് റോമിലേക്ക് വിട്ടു, മകനെ നീ പോയത് ഞാൻ അറിഞ്ഞു, നീ ഉടൻ തന്നെ വീട്ടിലേക്ക് വരിക, അവിടെ ഉപേക്ഷിച്ച് വൈദിക ജീവിതം ഉപേക്ഷിച്ച് വേഗം വരിക, അവിടെ വേണ്ട, നീ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്നെ വന്ന് പിടിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അങ്ങനെ കത്തെഴുതിയപ്പോൾ തിരിച്ചു മറുപടി സ്റ്റാനിസ്ലാവോസ്, എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെ പ്രിയപ്പെട്ട മോനാ ഞാൻ, പക്ഷേ എൻ്റെ ജീവിതം അപ്പൻ്റെ മോനായ എന്നെ എന്നാണ് ദൈവം തിരിച്ചു വിളിക്കുക എന്നറിയില്ലല്ലോ, മക്കൾക്ക് എത്ര കാലം ജീവിതമുണ്ടെന്ന് അപ്പന്മാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എന്നെ വിടാനായിട്ട് അങ്ങ് തയ്യാറാകണം. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഇവിടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു കൊള്ളാം, അപ്പൻ അതിൽ വിഷമിക്കരുത്, സന്തോഷിക്കണം എന്ന് പറഞ്ഞ് അപ്പനെ ആശ്വസിപ്പിച്ച് അപ്പന് കത്ത് വിട്ടു. അപ്പൻ എന്നെ ദയവ് ചെയ്ത് തിരിച്ചു വിളിക്കരുത്. അപ്പന് കത്ത് കിട്ടി. അപ്പം അപ്പൻ തിരിച്ചന്വേഷിക്കാൻ പോയില്ല, പകരം വീണ്ടും ചേട്ടനെ തന്നെ ഒന്നും കൂടി അന്വേഷിക്കാനായിട്ട് അങ്ങനെ വിട്ടു. അപ്പം ചേട്ടൻ ഇവനെ അടുത്തെത്തുന്ന കാണുന്നൊന്നുമില്ല പെട്ടെന്നൊന്നും. അപ്പോൾ ഇവരെ നല്ലൊരു വൈദിക വിദ്യാർത്ഥിയായിട്ട് അവിടെ ജീവിക്കുകയാണ്, എല്ലാവർക്കും മാതൃക. അപ്പം ചിലപ്പോൾ തൻ്റെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതും, പരിചയമുള്ള മുന്നത്തെ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതും, പ്രിയപ്പെട്ട സ്നേഹിത
സ്റ്റീഫ, ഞാനിവിടെ വളരെ സന്തോഷവാനാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ നോവിസ് ആയിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള ചെറിയ ജോലികളാണ്. ഇവിടെ അടുക്കളയിലെ പാത്രങ്ങളുടെയും ചൂലുകളുടെയും ഒക്കെ മധ്യേ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടുകൊണ്ട്, സ്വർഗം കണ്ടുകൊണ്ട് ഞാനിവിടെ സന്തോഷവാനായിട്ട് ഇപ്പോൾ ജീവിക്കുകയാണ്. കൂടുതൽ കൂടുതൽ പരിത്യാഗത്തിൽ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിത, നീയും അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് വിശുദ്ധിയിൽ വളരാം. ഒപ്പം തന്നെ കൂടെയുള്ള സഹ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റ് സെമിനാരിയൻസിന് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവനോട് വന്ന് പറയും, സ്റ്റാനിസ്ലാവോസ് എനിക്കിന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകി അവരെ ഒന്നും കൂടി പ്രബുദ്ധരാക്കിയിട്ട് നയിക്കും. ഒരിക്കൽ ഒരു നോവിസ് കൂടെയുള്ള കുട്ടി പറഞ്ഞു, എനിക്ക് എല്ലാ നേരവും പല വിചാരമാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പം സ്റ്റാനിസ്ലാവോസ് പറഞ്ഞു, പല വിചാരമോ? സ്റ്റാനിസ്ലാവോസിന് അത് മനസ്സിലാവണ കൂടിയില്ല. കാരണം സ്റ്റാനിസ്ലാവോസിന് ഏക വിചാരമേ ഉള്ളൂ, എല്ലാ നേരവും ദൈവം, ഈശോ എന്നുള്ള മനസ്സിൽ വിചാരിയിരിക്കുന്നത് കാരണം ആ ഒരു സന്തോഷം. അപ്പം പിന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധയോ ചിന്തയോ പോകുന്നില്ല. ഇവരുടെ ഗുരുവായത് ഫ്രാൻസിസ് ബോർജിയാണ്. നമ്മൾക്ക് അറിയാം, പിന്നീട് വിശുദ്ധനായ ഫ്രാൻസിസ് ബോർജിയാണ് ഇവരുടെ ജനറാളും ഇവരെ നയിക്കുന്നതൊക്കെ, ഇവരെ അധികാരിയൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്കൊരു ഭക്തരീതിയുണ്ട്. അവിടെ നോവിസ് ആയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വിശുദ്ധരുടെ പേര് നറുക്കിട്ട് കൊടുക്കും. അവർ നറുക്കിട്ടത് എടുക്കണം. അപ്പം അങ്ങനെ ഒരു ദിവസം നറുക്കിട്ടപ്പോൾ ആ വിശുദ്ധരുടെ പേരിൽ നിന്ന് നറുക്കിട്ട് കിട്ടിയത് വിശുദ്ധ ലോറൻസിന്റെ പേരാണ്. അവർക്കിങ്ങനെ ഓരോ മാസം ഇങ്ങനെ ഓരോ വിശുദ്ധരുടെ കൊടുക്കും. അപ്പം ആ വിശുദ്ധരുടെ ചരിത്രം വായിച്ച് പഠിച്ചിട്ട് ആ വിശുദ്ധരുടെ നന്മകൾ ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെയാണ്. അപ്പം വിശുദ്ധ ലോറൻസിനെ കിട്ടിയത് കൊണ്ട് ലോറൻസിന്റെ ചരിത്രം വായിച്ചു, ആ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് ശ്രമിച്ചു. വിശുദ്ധ ലോറൻസിനോട് പ്രാർത്ഥിച്ചു തൻ്റെ കാര്യങ്ങളും നിയോഗങ്ങളൊക്കെ. ഒപ്പം തന്നെ അന്ന് മാതാവിനോട് ഭയങ്കര ഭക്തിയാണ്. മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് അടുത്ത കൊല്ലം നിന്റെ സ്വർഗാരോപണ തിരുനാളിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് 15 മുമ്പ് എനിക്ക് നിന്റെ അടുത്ത് വന്നിട്ട് ഫീസ്റ്റ് ആഘോഷിക്കണം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ, എനിക്ക് സ്വർഗത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ ഭയങ്കര കൊതിയാകുന്നു എന്ന് മാതാവിനോട് ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ലെറ്റർ എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് തൻ്റെ മേത്ത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉറങ്ങുന്നേ. അപ്പോൾ വിശുദ്ധ ലോറൻസിനോടും പറഞ്ഞു, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം കേട്ടോ, നീയാണല്ലോ എൻ്റെ ഈ മാസത്തെ പുണ്യവാളൻ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം, എനിക്ക് സ്വർഗത്തിൽ കാണണം, നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. എന്തിനു പറയണു? മാതാവ് ഈ പ്രാർത്ഥനയെ ഗൗരവമായിട്ട് എടുത്തു. അതായത് ഈ സ്വർഗത്തിൻ്റെ പുത്രനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് തങ്ങളുടെ വൃത്തത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പ് പോലെയാണോ? പിറ്റേ ദിവസം അധികം വൈകാതെ ഇവന് ഭയങ്കരമായിട്ടുള്ള പനി വന്ന് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഡോക്ടർ വന്ന് എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ കുറഞ്ഞ പോലെ തോന്നും, പിന്നെ കൂടും. ചിലപ്പോൾ കൂട്ടുകാർ വന്ന് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല, ചിലപ്പോൾ വലിയ സീരിയസ് ആവില്ല, കൂട്ടുകാർക്ക് അങ്ങനെ തോന്നി. പക്ഷേ അന്ന് ആഗസ്റ്റ് 14 സ്റ്റാനിസ്ലാവോസ് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ സ്വർഗത്തിലേക്ക് പോകും. അപ്പം ആ കൂട്ടുകാർക്ക് അത് അങ്ങനെയൊന്നും തോന്നിയില്ല. അവൻ അങ്ങനെ അല്ലല്ലോ, അത്രയ്ക്ക് സീരിയസ് അല്ലല്ലോ. എന്നിട്ട് സ്റ്റാനിസ്ലാവോസ് പറഞ്ഞു, എന്നെ വേഗം തറയിൽ കിടത്ത്, എനിക്ക് നിലത്ത് കിടക്കണം, എന്നെ ഇങ്ങനെ ഒരു തുണി വിരിക്കുക, അവിടെ കിടക്കാനായിട്ട് എന്നെ ഇന്ന പുതപ്പ് വിരിക്കുക, അങ്ങനെ കിടത്തി. അപ്പോൾ ഒരു അഭൗമികമായിട്ടുള്ള ഒരു പ്രഭയാണ് ഇവന്റെ മുഖത്ത്, സന്തോഷമാണ്. സ്റ്റാനിസ്ലാവോസ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇതാ സ്വർഗീയ വൃന്ദം വന്നു, മാതാവ് ഇതാ എൻ്റെ അടുത്ത് പരിവാരങ്ങളുമായിട്ട്, വിശുദ്ധരെല്ലാം എൻ്റെ അടുത്തുണ്ട്, ഞാൻ സ്വർഗത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നു, ഞാൻ പോവുകയാണ്, ഞാൻ സ്വർഗത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് പെട്ടെന്ന് തൻ്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. മാതാവും പരിവാരങ്ങളും തൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 1568 ആഗസ്റ്റ് 18 തൻ്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിലേക്ക് നിത്യമായി സമർപ്പിച്ചു. 1726 ബെനഡിക്റ്റ് 13 പാപ്പ സ്റ്റാനിസ്ലാവോസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. തിരുസഭയിൽ നവംബർ 13 വിശുദ്ധ സ്റ്റാനിസ്ലാവോസിന്റെ തിരുനാൾ ഘോഷിക്കുന്നത്. തുടർന്ന് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ നോവിസിന്റെ മധ്യസ്ഥയിലൂടെ നടക്കുക. എല്ലാവർക്കും മനസ്സിലായി, നാട്ടിൽ റോമിൽ അവിടെ എല്ലാവരും പറഞ്ഞു, ഇതൊരു വിശുദ്ധനായ കുട്ടിയാണ്, ഇവനൊരു വിശുദ്ധനാണ്, ഇവന്റെ മധ്യസ്ഥതയിൽ അത്ഭുതങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. ഈ അവസ്ഥയിലും നമ്മുടെ വീട്ടുകാർ ഇത് അറിയുന്നില്ല. ലെറ്റർ മുഖേനയാണല്ലോ എല്ലാം അറിയുക, ഇത് അറിഞ്ഞിട്ടില്ല. ചേട്ടൻ ഇപ്പോഴും അന്വേഷിച്ച് നടക്കുകയാണ്, എൻ്റെ അനിയൻ സ്റ്റാനിസ്ലാവോസ് എവിടെയെന്ന് പറഞ്ഞ്.
അങ്ങനെ അന്വേഷിച്ച് റോമിലെത്തിയപ്പോഴാണ് അവിടുന്ന് വിവരം അറിയുന്നത് സ്റ്റനിസ്ലാവോസ് 1 വർഷമായി ഇവിടെ വന്നിട്ട് ഇപ്പോഴിതാ ഇന്ന രോഗം കൊണ്ട് മരിച്ചിരിക്കുന്നു. വിശുദ്ധനായ വ്യക്തിയാണ്. ഈ നാട്ടിൽ മുഴുവൻ സ്റ്റനിസ്ലാവോസിലൂടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. വിശുദ്ധ വ്യക്തിത്വം. ഞങ്ങളെല്ലാവരും അവനെ ബഹുമാനിക്കുന്നു. ഇത് കേട്ടപ്പോൾ പോളിന് വിഷമമായി. ദൈവമേ, ഇത്രയും വിശുദ്ധനായ ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിച്ചില്ലല്ലോ, ഞാനൊരു ദുഷ്ടനായ വ്യക്തിത്വമുള്ളവനാണല്ലോ എന്ന് പറഞ്ഞൊരു മനസ്താപം അവന് വന്നു. എന്നിട്ട് കബറിടത്തിലേക്ക്, സ്റ്റനിസ്ലാവോസിന്റെ കബറിടത്തിൽ പോയി പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരനുജനെ നഷ്ടപ്പെട്ടെങ്കിലും അപ്പനൊരു മകനെ നഷ്ടപ്പെട്ടെങ്കിലും സ്വർഗത്തിന്റെ ഒരു മധ്യസ്ഥനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുജനെ കിട്ടിയിരിക്കുന്നു. ഞാനും എൻ്റെ ജീവിതം ഇനി നവീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ടാണ് അവിടുന്ന് ചേട്ടൻ പോളും പോകുന്നത്. അപ്പനും തൻ്റെ മകൻ്റെ ആ വിശുദ്ധിയിൽ വളരെ സന്തോഷമായി, ഒരു സ്വർഗീയ സന്തോഷം, ഒരു വ്യത്യാസം വന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. കണ്ടോ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്ക് ഒന്നും വേണ്ട, സ്നേഹിച്ചാൽ മതി. ഈശോയെ, ദൈവത്തെ സ്നേഹിച്ചാൽ മതി. ഏത് ജീവിത സാഹചര്യത്തിലാണോ അവിടെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്താൽ സ്വർഗത്തിൻ്റെ പ്രിയപുത്രരായിട്ട് തീരും. നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ഈശോയെ സ്നേഹിക്കുന്ന നിമിഷങ്ങളായിട്ട് നമുക്ക് മാറ്റാം. യുവാക്കളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ സ്റ്റനിസ്ലാവോസ്. എത്രയോ കുട്ടികളാണ് അല്ലെ, ഒരു വീട്ടിലെ ചേട്ടൻ പോളിന് പോലും ആ ഒരു ദൈവികത അന്ന് കിട്ടിയില്ല. ദൈവത്തിന്റെ ഒരു ടച്ചിങ്ങിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. എല്ലാ മക്കളെയും, എല്ലാ യുവജനങ്ങളെയും, എല്ലാ വിദ്യാർത്ഥിനികളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് ഇഷ്ടകരമായിട്ടൊരു ജീവിതം നയിക്കാനും തങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും മനുഷ്യർക്കും ദൈവത്തിനും പ്രീതികരമായ ജീവിതത്തിലൂടെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി വിശുദ്ധ സ്റ്റനിസ്ലാവോസ് എല്ലാ മാതാപിതാക്കന്മാരെയും എല്ലാ മക്കളെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ മധ്യസ്ഥത്തിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നന്ദി, നമസ്കാരം.